അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദവർകളെ, മറ്റ് സാദാത്യങ്ങളെ, ഉലമാക്കളെ, അറിവിന്റെ പുലരിയിലേക്കൊരു ഇസ്ലാമിക കവാടം എന്ന ഈ ദീനി കുടുംബത്തിലെ പ്രിയപ്പെട്ട ബഹുമാന്യരായ അംഗങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ത്വാഅത്തിലായിട്ട് ജീവിതം നയിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഒരുപാട് നന്മകൾ അധികരിപ്പിക്കാനും തിന്മകളെ തൊട്ടൊക്കെ വിട്ടുനിൽക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇഖ്ലാസോടുകൂടെ നല്ല നിയ്യത്തോടുകൂടി ചെയ്യാൻ അല്ലാഹു എനിക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, എലക്ഷന്റെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യൂനപക്ഷങ്ങളോടും പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളോടൊക്കെ കരുണയുള്ള, റഹ്മത്തും ഇൽഫത്തൊക്കെ ഉള്ള, മവദ്ദത്തുള്ള നല്ല ഭരണാധികാരികളെയും ഭരണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിങ്ങളോട് അക്രമം കാണിക്കുന്ന, ക്രൂരത കാണിക്കുന്ന, പ്രത്യേകിച്ചും നമ്മുടെ കേരളക്കരയിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തുള്ള ഐക്യവും സ്നേഹവും ഒക്കെ നശിപ്പിക്കുന്ന, അക്രമത്തിന്റെ രാഷ്ട്രീയം പുറപ്പെടുവിക്കുന്ന അക്രമ ഭരണത്തിൽ നിന്നും അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആഇന് മുമ്പ് അല്പം നസീഹത്ത് എന്ന നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ പരിശുദ്ധമായ റമളാനൊക്കെ കഴിഞ്ഞു, ശവ്വാല് മാസത്തിലാണ് നിലകൊള്ളുന്നത്. റമളാനിൽ നമ്മൾ ആർജിച്ചെടുത്ത ആ ഒരു ഇബാദത്തിന്റെ, ആരാധനയുടെ മാധുര്യം അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എപ്പോഴും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഇഖ്ലാസ് ഉണ്ടാവുക, നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിഭാഗത്തെ പറ്റി പറയുന്നുണ്ട്. യഗ്സു ജയ്ഷുൻ അൽ കഅബ, പരിശുദ്ധമായ കഅബയെ ആക്രമിക്കാൻ ഒരു കൂട്ടം ആളുകൾ വരുമെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന നാളടുക്കുന്ന സമയത്ത് പരിശുദ്ധമായ കഅബയെയും കഅബ ഉൾപ്പെടുന്ന മക്കയൊക്കെ ആക്രമിക്കാൻ, പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങൾ ആക്രമിക്കാൻ ഒരു കൂട്ടം സൈന്യം പുറപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ അവർക്ക് കഅബ പൊളിക്കാൻ കഴിയോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ തഅലീം ചെയ്യുന്ന, അള്ളാഹു വലിയ മഹത്വം കൽപ്പിച്ചു തന്ന പുണ്യപ്രദേശങ്ങളാണല്ലോ മക്കയും മദീനയൊക്കെ. അവിടങ്ങളിൽ അക്രമം അഴിച്ചുവിടാൻ, പ്രത്യേകിച്ചും പരിശുദ്ധമായ കഅബയെ പൊളിച്ചു കളയാൻ അവർ വരുമ്പോൾ അള്ളാഹു അവരിലേക്ക് ശിക്ഷ ഇറക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. ആ അക്രമികളായ സൈന്യം അവർ പുറപ്പെടും. ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവരെയുമായിട്ട് ഭൂമി വിഴുങ്ങിക്കളയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അവര് കഅബയെ ആക്രമിക്കാൻ വരുന്ന കൂട്ടരാണ്, പക്ഷേ ഭൂമിയെ അങ്ങനെ വിഴുങ്ങിക്കളയുമ്പോൾ ആ നാട്ടില് പല ആളുകളും ഉണ്ടാവൂലേ നബിയെ? കഅബയെ പൊളിക്കാൻ ഉദ്ദേശം വെക്കാത്ത പല ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല റസൂലേ. അങ്ങാടിയിലേക്ക് സാധനം വാങ്ങാൻ വന്നവരുണ്ടാകും, വിൽപ്പന നടത്തുന്നവരുണ്ടാകും, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങിയവരുണ്ടാകും. എല്ലാവരും അതിൽ ഉൾപ്പെടുമോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദി ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ ആയിഷ, ആയിഷ, യുഖ്സഫു ബിഅവ്വലിഹിം വആഖിരിഹിം, അവരിൽ നിന്നുള്ള എല്ലാരെയും ഭൂമി വിഴുങ്ങിക്കളയും. ആ ശിക്ഷ അള്ളാഹു എല്ലാവർക്കും കൊടുക്കും. സുമ്മ യുബ്അസൂന അലാ നിയ്യാതിഹിം, പിന്നീട് അള്ളാഹു പുനർജീവിപ്പിക്കുന്ന സമയത്ത് അവരവരുടെ നിയ്യത്തിന്റെ മേലിൽ അവരെ പുനർജീവിപ്പിക്കും. കഅബ പൊളിക്കാൻ വന്ന ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയും ഷർറൊക്കെ ഉണ്ടാകും. എന്നാലോ നല്ല നിയ്യത്ത്, ആ ഒരു ദുരുദ്ദേശമില്ലാത്ത
ആളുകൾ ഈ ശിക്ഷയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനായ അർഹമായ പ്രതിഫലം അള്ളാഹു ആഖിറത്തിൽ കൊടുക്കുമെന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആദ്യമായി ഈ ഹദീത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമ്മുടെ നിയ്യത്തിനെ നന്നാക്കുക. നിയ്യത്ത് അനുസരിച്ചായിട്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്നുള്ളത്. മറ്റൊന്നുള്ളത്, ആ നാട്ടിൽ ദുഷിച്ച സ്വഭാവമുള്ള ആളുകളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്ന സമയത്ത് ആ നാടിന് മുഴുവനായിട്ടും ആ ശിക്ഷ ഇറങ്ങാൻ കാരണമാകും എന്നുള്ളതാണ്. അന്നലക്ക് നമ്മുടെ വീടുകളൊക്കെ ശ്രദ്ധിക്കണം. വീട്ടിൽ ഖുർആനുമായി ബന്ധമില്ലാതെ, അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന, കള്ളുകുടിക്കുന്ന, വേണ്ടാത്തരങ്ങളിൽ ഏർപ്പെടുന്ന, പലിശ ഇടപാട് നടത്തുന്ന ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ മുഴുവനും അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങാതിരിക്കാനും അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങാനൊക്കെ കാരണമാകുമെന്നും ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളുടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നീയത്ത് നന്നാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ട സ്വഹാബത്ത്, ഏറ്റവും പ്രയാസമേറിയ യുദ്ധമായിരുന്നു തബൂക്ക് യുദ്ധം. ആ യുദ്ധത്തിന് പുറപ്പെട്ട സ്വഹാബത്ത് ഒരുപാട് മൈലുകൾ താണ്ടി, വളരെ ചൂടേറിയ സമയം, വിശപ്പും ദാഹമൊക്കെ സഹിച്ച് കുന്നുകളും മലകളൊക്കെ കയറി ഇറങ്ങി, നടന്ന് നടന്ന് ക്ഷീണിച്ച് കാലൊക്കെ പൊട്ടിക്കീറി പ്രയാസം സഹിച്ച് യാത്ര ചെയ്ത് ആ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ യുദ്ധത്തിന് വരാതെ മദീനയിൽ ഇരിക്കണ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കും നിങ്ങളിപ്പോൾ ഈ സഹിച്ച കൂലിയൊക്കെ കിട്ടും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ആശ്ചര്യപ്പെട്ടു പോയി. നബിയെ, അതെങ്ങനെ നബിയെ? ഞങ്ങൾ ഇത്രയും ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന കൂലി മദീനയിൽ വീട്ടിലിരിക്കണ ഓൽക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ ഹബസഹുമുൽ മറദു അവിൽ ഉദുറു, ഓൽക്ക് എന്തെങ്കിലും രോഗമോ ഉദുറോ കാരണമൊക്കെ ഉണ്ടായിട്ട് വല്ലാത്ത പ്രതിസന്ധി കൊണ്ട് പോരാൻ കഴിയാതെ കുടുങ്ങിയ ആളുകളാണ്. ഓൽക്ക് നമ്മളെ കൂടെ വരണം എന്ന് താല്പര്യം നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, ഓലെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കല്ല നോക്കുന്നത്, നമ്മുടെ ശരീരത്തിലേക്കല്ല നോക്കുന്നത്. അതിലൊക്കെ ഉപരി അല്ലാഹു നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് നിസ്കരിക്കും, നോമ്പോൽക്കും, പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടും, ഒക്കെ ചെയ്യും. പക്ഷെ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ, ദിക്ർ ചൊല്ലിയതും മറ്റൊക്കെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്, ആ നിയ്യത്തിലാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങളെ കൊണ്ടൊന്നും റബ്ബിന്റെ അടുക്കൽ ഒരു പ്രതിഫലം കിട്ടില്ല. അന്നേലക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഇബാദത്തുകളൊക്കെ നിയ്യത്തൊക്കെ നന്നാക്കി ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصالحين
اللهم قدس أسرارهم وأعل درجاتهم في الدارين. اللهم بحقهم وبجاههم يسر عسائرنا وسهل أمورنا وقض حوائجنا وأد ديوننا واشفنا واشف مرضانا واشف من أوصانا وبارك لنا في جميع أمورنا خاصة في مجلسنا هذا يا رب العالمين بركة تامة كما باركت على عبادك الصالحين. اللهم سلمنا وسلم أهلنا من كل آفات الدارين وارزقنا وإياهم سعادات الدارين. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة في ليلة الجمعة أو في نهارها يا رب العالمين. അള്ളാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ സകലമാന പാപങ്ങളും ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ റബ്ബേ. ഞങ്ങളുടെ രക്ഷിതാവായ തമ്പുരാനെ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. എണ്ണിപ്പറയാൻ കഴിയാത്ത വിധം പാപങ്ങളെ കൊണ്ട് കുമിഞ്ഞുകൂടിയ ജീവിതങ്ങളാണ് തമ്പുരാനെ. നിന്റെ പാപികളായ അടിമക്ക് നിന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. ഖാലിസായ ഹൃദയമുള്ളവരാക്കണേ അല്ലാ. ത്വാഹിറായ ഹൃദയമുള്ളവരാക്കണേ അല്ലാ. അല്ലാഹുവേ, ശിഷ്ടകാലം നിന്റെ ത്വാഅത്തിലായിട്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ തൃപ്തിയിലായിട്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. വേണ്ടാത്ത ചിന്തകളെ തൊട്ടും പ്രവൃത്തികളെ തൊട്ടും വാക്കുകളെ തൊട്ടൊക്കെ കാവല് നൽകണേ അല്ലാ. നീ ഹിഫ്ള് നൽകണേ അല്ലാ. നിന്റെ ഹിമായത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് അല്ലാ. സയ്യിദ് അവറുകളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് തമ്പുരാനെ. എല്ലാവരുടെയും എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ഒരുപാട് ദിക്റുകളും സൂറത്തുകളൊക്കെ ചൊല്ലി സ്വലാത്തുകളൊക്കെ ചൊല്ലി ഖത്മുകളൊക്കെ തീർത്തുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ദുആക്ക് മുമ്പുള്ള ഹദിയയായിട്ട് റബ്ബേ നിന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അതൊക്കെ ചൊല്ലി തീർത്തവരുണ്ട്. എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ദുആക്ക് ഇജാബത്ത് കിട്ടാൻ അതൊരു സബബാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാ. പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടും പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ അല്ലാ. സാമ്പത്തികമായ ഞെരുക്കം കാരണം ബുദ്ധിമുട്ട് കാരണം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. ബിസിനസ്സുകളിലൊക്കെ ബറക്കത്ത് ചൊരിയണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. കൃഷിയിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഡ്രൈവിംഗിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മറ്റ് പല ജാതി ഏർപ്പാടുകളിൽ ഏർപ്പെടുന്നവരുണ്ട്. പള്ളിയിൽ ഖിദ്മത്ത് എടുക്കുന്ന ഉസ്താദുമാരുണ്ട്. ഉസ്താദുമാരുടെ ജോലിയിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ തന്നെ പല നിലക്കുള്ള രോഗം കാരണം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാ നിലക്കുള്ള രോഗങ്ങൾക്കും നീ ശമനം നൽകണേ അല്ലാ. ഷിഫാഇനെ പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബക്കാരെയും ബന്ധുക്കളൊക്കെ കാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നീ കാക്കണേ അല്ലാ. ജീവിതം പ്രയാസപ്പെട്ടു പോകുന്ന രീതിയിലുള്ള മാരകമായ അസുഖങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനേ. അത്തരം ബുദ്ധിമുട്ടുകൾ വന്നവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. സമ്പത്ത് മുഴുവനും രോഗചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. മാരകമായ വല്ല അസുഖത്തിൻ്റെയും കണിക ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ അതൊക്കെ നീ മാറ്റിത്തരണേ അല്ലാ.
അള്ളാഹുവേ, വല്ല മുസീബത്തിനെയും നീ ഞങ്ങൾക്ക് ഖളാ ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ അതിനെ നീക്കിക്കളയണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സക്കീനത്ത് നൽകണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അതൊക്കെ വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളിലും ഞങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ വീട്ടുകാരിലും കുടുംബത്തിലും ഞങ്ങളുടെ സമ്പത്തിലൊക്കെ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. നിന്റെ ഹിഫ്ള് നൽകണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. പരിശുദ്ധമായ കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘകാലം അവരുടെ തണലിലായി കഴിയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മാതാപിതാക്കളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ഖബർ സ്വർഗാക്കണേ അല്ലാ, അവരോടുകൂടെ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്, എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാ. അവരെ ഞങ്ങളൊക്കെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, വിവാഹവുമായി ബന്ധപ്പെട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ആളുകൾ ഒരുപാട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ, നല്ലൊരു പെണ്ണുണ്ടെങ്കിൽ പറയണം, ഉസ്താദേ നല്ലൊരു ചെറുക്കനുണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് എന്നോട് ഏൽപ്പിച്ചവരുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള ഉസ്താദുമാരോട് ഏൽപ്പിച്ചവരുണ്ട്, പ്രത്യേകിച്ചും സയ്യിദ് അവറുകളോട് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ ഇണകളെയും തുണകളെയും നീ ചേർത്തി കൊടുക്കണേ അല്ലാ. മക്കളുടെ വിഷയത്തിൽ അല്ലാഹുവേ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കൾക്ക് ഇസ്സത്തേകുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഭർത്താക്കന്മാരിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങളുടെ കുടുംബക്കാരിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മറ്റൊരുപാട് ഉദ്ദേശങ്ങളുമായി സയ്യിദ് അവറുകളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെയും എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളൊക്കെ മരിച്ചു ചെല്ലുന്ന സമയത്ത് ഞങ്ങളുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരണേ അല്ലാ. ഖബറിന്റെ ഇരുട്ടിനെ തൊട്ടും ഞെരുക്കത്തെ തൊട്ടൊക്കെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, സയ്യിദ് അവറുകളോട് ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവര് എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാ. സയ്യിദ് അവറുകൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, സയ്യിദ് അവറുകളുടെ തണലിലായിട്ട് കഴിയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ارحمنا وارحم موتانا وارحم والدينا وارحم أساتذتنا وارحم من يرحمنا وارحم من يرحمنا بأنواع رحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.
اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. إن شاء الله ഞങ്ങൾക്ക് ദുആയിൽ ഉൾപ്പെടുത്തണം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.